ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നാളെ അമേരിക്ക സന്ദർശിക്കുകയാണ്. അമേരിക്ക സന്ദർശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ളൊരു മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ വിസിറ്റാണിത്, സന്ദർശനമാണിത്. ഇന്ത്യയെ അമേരിക്കയെ സംബന്ധിച്ച് ഇത് നിർണായകമൊന്നുമില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമാണ്. നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് അധികാരം ഏറ്റെടുത്ത് ഒരു മാസം ആകുമ്പോഴേക്കും നമ്മളുടെ പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റിനെ മീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട, നമുക്ക് രാജ്യത്തെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരിക്കാം. അങ്ങനെ ഉള്ളൊരു സന്ദർശനം വൈകിയാൽ അത് കൂടുതൽ ദോഷം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിനായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യക്കായിരിക്കും. ഞാൻ ഫോർമലായിട്ട് സംസാരിക്കുകയാണ്, പൊളിറ്റിക്സ് അല്ല ഇതിൻ്റെ പിന്നിലെ സംസാരിക്കുന്നത്. നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, കാരണം ഇതിൻ്റെ പൊളിറ്റിക്സ് മറ്റൊരു വശമാണതിന്. അപ്പം അതിനെ നമുക്ക് ഏത് രീതിയിലും വീക്ഷിക്കാം. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ ഒരു രാജ്യമെന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഫോർമലായിട്ടുള്ള നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു സന്ദർശനമാണ്. കാരണം നമ്മൾ ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അദ്ദേഹം ഏത് രീതിയിലാണ് നയങ്ങൾ രൂപീകരിക്കുകയും അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത്, ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രസിഡൻസിയിലും അതുപോലെ തന്നെ ഇപ്പം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിലും അദ്ദേഹത്തിൻ്റെ പിന്നെ സംസാരത്തിലും, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നു പെട്ടെന്ന് തന്നെ ഏം, ചില രാജ്യങ്ങളെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുകയുണ്ടായി. കാനഡ, മെക്സിക്കോ, കൊളംബിയ, ചൈന, ഇന്ത്യ, ഇതുപോലുള്ള രാജ്യങ്ങളെ വളരെ കൃത്യമായിട്ട്, അത് പ്രത്യേകിച്ച് ട്രേഡിൻ്റെ, വ്യാപാരത്തിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്തത്. അതല്ലാതെ തീവ്രവാദം അല്ലെങ്കിൽ ടെററിസം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പിന്നെ അവരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ഭീഷണികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു രാജ്യത്തെയും അദ്ദേഹം ടാർഗറ്റ് ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ, അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പിനെതിരെ പ്രത്യേകിച്ച് ഭീഷണി മുഴക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ കടുത്ത പിന്നെ നടപടികൾ എടുക്കും അല്ലെങ്കിൽ എടുത്തു എന്നുള്ള വാർത്തകളൊന്നും നമ്മൾ കാണുകയോ കേൾക്കുകയൊന്നും ചെയ്യുന്നില്ല. ട്രേഡ് സംബന്ധിച്ച്, വ്യാപാരം സംബന്ധിച്ച് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആ, പ്രാധാന്യം കൊടുത്താണ് അദ്ദേഹം ഇത്രയും ദിവസം അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രസ്താവനകളും അല്ലെങ്കിൽ സംഭാഷണങ്ങളും അല്ലെങ്കിൽ ഒരു പ്രസിഡൻഷ്യൽ പോളിസി അല്ലെങ്കിൽ നയപരിപാടികൾ എന്നുള്ള രീതിയിൽ നമുക്കതിനെ വീക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള പ്രസ്താവനകളൊന്നുമില്ല. യുദ്ധം തുടർന്നുകൊണ്ട് പോകുമോ, അല്ലെങ്കിൽ യുദ്ധത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ, അല്ലെങ്കിൽ യുദ്ധം പെട്ടെന്ന് തന്നെ തീർപ്പാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ നയപരിപാടികൾ അമേരിക്കയുടെ, ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഇതിനെ കേൾക്കുന്നില്ല. പുള്ളിയുടെ ആദ്യം മുതൽ, തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വ്യാപാരം, തീരുവ, നികുതി, ചുങ്കം, ടാരിഫ്, 25%, 10%, ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പലതും. വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഇക്കണോമിക് ആയിട്ടുള്ള പോളിസീസിൻ്റെ കാര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന്, ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇക്കണോമിക് പോളിസീസ് അല്ലെങ്കിൽ ട്രേഡ് പോളിസീസ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്രയും പെട്ടെന്ന് മീറ്റിംഗ് സംഘടിപ്പിച്ച്, സാറിന് നമുക്കറിയാം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേതാക്കളുടെ
ഉഭയകക്ഷി ചർച്ചകൾ അല്ലെങ്കിൽ ഉച്ചകോടികൾ എന്ന് നമ്മൾ പറയുന്ന അതേ രീതിയിലുള്ള തലത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ സന്ദർശനവും മീറ്റിങ്ങും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് സംഭവിക്കാനുള്ള സാധ്യതയില്ല. കാരണം പൊതുവെ നമുക്ക് അമേരിക്കൻ പ്രസിഡൻസ് അല്ല ഏത് രാജ്യത്തെയും ഭരണ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യത്തിലുള്ള ഏതെങ്കിലും നേതാക്കളെ അവരുടെ രാജ്യത്തേക്ക് വിളിച്ചിട്ട് ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇങ്ങനൊന്നും സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എമർജൻസി സിറ്റുവേഷനിലൊക്കെ സംഭവിക്കാം ചിലപ്പോൾ. ഇപ്പോൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇസ്രായേൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ട്രംപ് അധികാരത്തിൽ വന്ന് പെട്ടെന്ന് തന്നെ ട്രംപ് ആദ്യമായി കാണാൻ സാധ്യതയുള്ളത് ചിലപ്പം നേതന്യാഹുവിനെ അതുപോലുള്ള നേതാക്കളൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അല്ലെ സൗദിയുടെ സൗദിയുടെ നേതാക്കളെ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് ആയിരിക്കും. പക്ഷേ ഇന്ത്യയെ പോലെ ചൈനയെ പോലെ അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഫ്രാൻസ് ജർമ്മനി ഇതുപോലുള്ള രാജ്യങ്ങളുടെ നേതാക്കളുമായിട്ട് അല്ലെങ്കിൽ ഭരണത്തലവന്മാരെ പെട്ടെന്ന് തന്നെ കാണുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇതുവരെ നമുക്കങ്ങനെ കാണാൻ അത് നോർമൽസി ആണ് സാധാരണയായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു സന്ദർശനവും മീറ്റിങ്ങും കൂടിക്കാഴ്ചയും എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം അത് നമുക്ക് ഇന്ത്യക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് ട്രംപിൻ്റെ ഈ പറഞ്ഞ എന്താ പറയുന്നത് ഈ തീരുമാനങ്ങളും നയങ്ങളും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ മുൻകൈ എടുത്തുകൊണ്ടായിരിക്കാം ഈ ഒരു മീറ്റിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും അല്ലെങ്കിൽ ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇനിയും മോഡിയുടെ സന്ദർശനം അത് ആ സന്ദർശനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില രണ്ട് രാജ്യങ്ങളും തമ്മിൽ എന്തായിരിക്കും തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത് അത് നമുക്കിപ്പോഴൊന്നും പറയാൻ സാധിക്കത്തില്ല. ചില ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില കാര്യങ്ങളെ അനലൈസ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുമ്പോൾ ഇന്ത്യയുടെ കൈകളിലും ചില ചീട്ടുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, കാർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ സാധിക്കത്തില്ല. പക്ഷേ അമേരിക്കയെ മെരുക്കാൻ, ട്രംപിനെ മെരുക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഒരു എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു ചില തീരുമാനങ്ങളെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഇന്ത്യക്ക് വേണ്ടി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ട്രംപിനെ മെരുക്കാൻ മോദിയുടെ എണ്ണ നയതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നും കൂടുതൽ ഓയിലും ഗ്യാസും വാങ്ങുവാൻ ഇന്ത്യ പിന്നെ തയ്യാറാകും അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. റഷ്യ യുക്രൈൻ വാർ തുടങ്ങുന്നതിന് മുമ്പ് റഷ്യയിൽ നിന്നും നമ്മൾ വാങ്ങുന്ന എണ്ണയുടെ അളവ് വളരെ കുറവായിരുന്നു. റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ അളവും കൂടി. നമ്മളുടെ 80% ക്രൂഡ് ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്, 80% മുകളിൽ. അപ്പോൾ അതിൻ്റെ നല്ലൊരു ശതമാനം നമ്മൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ റഷ്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഇറക്കുമതി തീരുവ, ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ടാരിഫ് ട്രംപ് ഭീഷണിപ്പെടുത്തി അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പ്രധാനമന്ത്രി മോദി അമേരിക്ക സന്ദർശിക്കുകയും ട്രംപിനെ കാണുകയും ചില അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ചില സാമ്പത്തിക വ്യാപാര നയങ്ങൾ അല്ലെങ്കിൽ ഏർപ്പാടുകൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ US-നും കൂടി ഗുണം കിട്ടുന്ന ചില കരാറുകൾ നമ്മൾ ഒപ്പിടാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ഡിഫൻസ്, ട്രേഡ് ഒക്കെ തന്നെയാണ്. ഡിഫൻസ് റിലേറ്റഡ്, പ്രതിരോധം, ട്രേഡ്, വ്യാപാരം. ഡിഫൻസും വരുന്നത് വ്യാപാരത്തിലാണെങ്കിൽ തന്നെയും ഡിഫൻസ് മേഖല അല്ലെങ്കിൽ പ്രതിരോധ മേഖല, കാരണം അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ, പലതരത്തിലുള്ള ആയുധങ്ങൾ വാങ്ങാനുള്ള സാധ്യതകൾ, കൂടുതൽ കരാറുകളിൽ ഒപ്പിടാനുള്ള സാധ്യതകൾ, അതുപോലെ വ്യാപാരവുമായി ബന്ധപ്പെട്ട്
പല വിട്ടുവീഴ്ചകൾ ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള സാധ്യതകൾ, അമേരിക്കയിൽ നിന്നും കൂടുതൽ എണ്ണ, ഗ്യാസ് ഇതൊക്കെ ഇറക്കുമതി ചെയ്യാൻ ഉള്ള സാധ്യതകൾ, ഇതൊക്കെയാണ് നമ്മൾക്ക് ഈ ഒരു വിഷയത്തിൽ കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ക്രൂഡ് ഓയിൽ ദാതാവാണ്. എന്നുവെച്ചാൽ നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന റഷ്യ, ഇറാഖ്, സൗദി, UAE ഈ 4 രാജ്യങ്ങളാണ് ആദ്യം നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് ഉള്ള എണ്ണയും ഗ്യാസും. അവർ റഷ്യയുടെ മേലുള്ള അമേരിക്കൻ ഉപരോധത്തെ തുടർന്നിട്ട്, കാരണം പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ട്രംപിനെ ഒരു രീതിയിലും പ്രകോപിപ്പിക്കാനോ പിടക്കാനോ സാധിക്കത്തില്ല എന്നുള്ളത് നമ്മുടെ ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇന്ത്യക്ക് ഗുണകരമാകത്തില്ല അങ്ങനെയുള്ളൊരു നയം അല്ലെങ്കിൽ ഒരു നിലപാട് നമ്മൾ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രംപിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ, അമേരിക്കയെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും അവർക്ക് ഗുണകരമായിട്ടുള്ള ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഇന്ത്യ തയ്യാറാകും എന്നുള്ളതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. എണ്ണവിലയിൽ റഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ആ രാജ്യങ്ങളാണ് എണ്ണവില നിശ്ചയിക്കുന്നത്. ഒപ്പക് എന്നുള്ള രാജ്യം, ഒപ്പക് എന്നുള്ള സംവിധാനം, ഓയിൽ, പെട്രോളിയം ആൻഡ് എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അതിൽ റഷ്യയും മെമ്പറാണ്. അപ്പം അത് ഒരു കാർട്ടലാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു കൂട്ടം രാജ്യങ്ങളുടെ, ഇപ്പോൾ സൗദി അറേബ്യ, ഇറാഖ്, ഇറാൻ ഇതുപോലുള്ള രാജ്യങ്ങളുടെ, റഷ്യ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതുപോലുള്ള രാജ്യങ്ങളൊരു അതായത് ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു കാർട്ടലാണ് പോകുന്നത്. അപ്പോൾ അത് അവരെ വില നിശ്ചയിക്കുന്ന കൂട്ടായിട്ടാണ് ആ വില നിശ്ചയിക്കുന്നത് പറഞ്ഞാൽ. അവരുടെ പ്രൊഡക്ഷൻ കോട്ട, ഓരോ രാജ്യം എത്രയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അവർ തീരുമാനിക്കും. ഓയിലിൻ്റെ വില അവർ തീരുമാനിക്കും. പക്ഷേ US സ്വകാര്യ കമ്പനികൾ തീരുമാനിക്കുന്നതാണ്. എന്നുവെച്ചാൽ അവർക്കാണ് ഇതിനകത്തിൽ കൂടുതൽ നിയന്ത്രണമുള്ളത്. അവിടെ ഒരു കാർട്ടൽ, ഇതുപോലെ ഒപ്പക് എന്ന് പറഞ്ഞൊരു കാർട്ടലൊന്നുമില്ല. എന്നാലും ഒരു മാർക്കറ്റ് സംവിധാനം അനുസരിച്ച് അവർക്കൊരു കൂട്ടായ്മ കാണും. അവർ വില നിശ്ചയിക്കുന്നുണ്ടായിരിക്കാം. കമ്പനികളാണ് വില നിശ്ചയിക്കുന്നത്, രാജ്യങ്ങളുടെ തലപ്പത്തൊന്നുമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒപ്പക് എന്ന് പറയുമ്പോൾ സൗദി അറേബ്യയിലെയും ഇറാഖിലെയും കുവൈറ്റിലെയും അല്ലെങ്കിൽ റഷ്യയിലെയും ഒക്കെ തന്നെ കമ്പനികൾ ആണെങ്കിൽ തന്നെയും അവിടുത്തെ ഭരണ നേതൃത്വമാണ് അതിനകത്തിൽ സാന്നിധ്യം വഹിക്കുന്നത്. അപ്പോൾ ഇപ്പം സൗദിയുടെ പെട്രോളിയം മിനിസ്ട്രി ആയിരിക്കും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, കുവൈറ്റിൻ്റെ പെട്രോളിയം മിനിസ്ട്രി ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റഷ്യയുടെ അതുമായി ബന്ധപ്പെട്ട മിനിസ്ട്രി ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ് തലത്തിൽ, ഭരണകൂടത്തിൻ്റെ തലത്തിൽ നിന്നായിരിക്കും ആ തീരുമാനങ്ങളെല്ലാം ഉണ്ടാകും. അമേരിക്കയിൽ സ്വകാര്യ കമ്പനികളുടെ കൂട്ടായ്മകൾ ആയിരിക്കാം. അപ്പോൾ കമ്പനികൾ തീരുമാനിക്കുന്നതായിരിക്കും വില. അപ്പോൾ വിലയുടെ നിയന്ത്രണം കമ്പനികൾക്കായിരിക്കും, സ്വകാര്യ കമ്പനികൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ വിലയിൽ കൂടുതൽ കടംപിടുത്തത്തിന് ട്രംപിന് കഴിയില്ല, അല്ലെങ്കിൽ ട്രംപ് അതിനുവേണ്ടി ശ്രമിക്കത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെ നിന്ന് ഏറ്റവും കുറവ് വിലയ്ക്ക് നമുക്ക് എണ്ണ കിട്ടുമോ അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക രാജ്യത്തെ നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും ആശ്രയിക്കാറില്ല. ഇപ്പോൾ റഷ്യ-യുക്രൈൻ വാറിന് ശേഷം റഷ്യയിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, അതിനു മുമ്പ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വളരെ കുറവായിരുന്നു. ഇറാഖ്, സൗദി, പിന്നെ UAE ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ റഷ്യ-യുക്രൈൻ വാറിന് ശേഷം മാറി വന്ന ജിയോ പൊളിറ്റിക്കൽ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം കണക്കിലെടുത്തുകൊണ്ട്, റഷ്യ ഇന്ത്യക്ക് വില കുറച്ച് എണ്ണ തരാമെന്നുള്ള ഒരു പിന്നെ കരാറിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇന്ത്യ റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങുവാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ റഷ്യ മറ്റ് ഇറാഖിനെയും സൗദിയെയും ഒക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ദാതാവായി മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട്
ഇന്ത്യക്ക് എപ്പോഴും ഉള്ള നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഏറ്റവും കൂടുതൽ വില കുറച്ച് കിട്ടുമോ അവിടെ നിന്നാണ് നമ്മൾ എണ്ണ വാങ്ങുന്നത്. അപ്പം യു എസിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ ഈ റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ യു എസിൽ നിന്ന് കൂടുതൽ എണ്ണയും ഗ്യാസും വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മുടെ പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി തന്നെ പറയുന്നു ഒരു മീറ്റിങ്ങിൽ അതിനൊരു സാധ്യതയുണ്ട്. കൂടുതൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ എണ്ണ വ്യാപാരം നടക്കാനുള്ള സാധ്യത, അതായത് മോഡിയുടെ സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സന്ദർശനത്തിന് ശേഷം ഇന്ത്യ അമേരിക്കയും തമ്മിൽ കൂടുതൽ എനർജി ഊർജത്തിന്റെ മേഖലയിൽ, അതായത് ഓയിലും ഗ്യാസും കൂടുതൽ വാങ്ങാനുള്ള സാധ്യത. അത് തീർച്ചയായിട്ടും ട്രംപിനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മളിങ്ങനെ തീരുമാനമെടുക്കുന്നത്. അതല്ല, അപ്പൊ ട്രംപ് കണ്ണുരുട്ടി കാണിച്ചതിന്റെ ഫലമായിട്ടായിരിക്കും നമ്മളിങ്ങനെ തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഇന്ത്യ 80% മുകളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പൊ ആ ഇമ്പോർട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് മൂന്നാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടറാണ്, ഇമ്പോർട്ടർ ആൻഡ് കൺസ്യൂമർ. അമേരിക്ക, ചൈന, അല്ലെങ്കിൽ ചൈന, അമേരിക്ക, പിന്നെ അത് കഴിഞ്ഞ് ഇന്ത്യയാണ്. മൂന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ റഷ്യയുടെ യുക്രൈൻ വാറിനോട് അനുബന്ധിച്ച് റഷ്യക്ക് സാങ്ഷൻ അല്ലെങ്കിൽ ഈ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം, കാരണം ഈ റഷ്യക്ക് ഈ എണ്ണ വിറ്റഴിക്കണ്ടേ, എണ്ണ വിറ്റഴിക്കണം, അവർക്ക് വരുമാനം വേണം. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഏറ്റവും വലിയൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയാണ്. അപ്പം അങ്ങനെ ഇന്ത്യ റഷ്യ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ദാതാവായിട്ട് റഷ്യ മാറുകയും ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് വളരെ വില കുറച്ച് എണ്ണ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്തത് റഷ്യയിൽ നിന്നാണ്. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സാങ്ഷൻസ്, ഉപരോധം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മളെ മിഡിൽ ഈസ്റ്റിനെ കൂടുതൽ ആശ്രയിക്കാൻ അതൊരു കാരണമാകുന്നുണ്ട്. കാരണം അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഇന്ത്യ റഷ്യ വ്യാപാരങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള പ്രതിരോധ മേഖലയിലുള്ള കരാറുകൾ, അല്ലെങ്കിൽ ഇന്ത്യ കൂടുതൽ റഷ്യയെ ആശ്രയിക്കുന്നതും ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നതും പ്രതിരോധ മേഖലയിൽ നമ്മുടെ ആയുധങ്ങൾ വാങ്ങിക്കുന്നതൊന്നും അമേരിക്കയ്ക്ക് എത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. അപ്പം അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മോഡി അമേരിക്കയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യാപാരത്തിൻ്റെ, ഡിഫൻസിൻ്റെ, ഊർജത്തിൻ്റെ മേഖലകളിലൊക്കെ വൻതോതിലുള്ള അമേരിക്കയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇപ്പം ട്രേഡിനെ സംബന്ധിച്ച് ഇമ്പോർട്ട് ടാരിഫാണ് പ്രധാന വിഷയം. അത് ട്രംപിൻ്റെ ആദ്യ പ്രസിഡൻഷ്യൽ ടേമിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ട്രംപ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ട്രംപ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ടാരിഫ് മേക്കേഴ്സ് ഇന്ത്യയും ബ്രസീലും ചൈനയുമാണെന്നാണ് പറയുന്നത്. അതുപോലെ H-1B വിസാസ്, ഇമിഗ്രേഷനുമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ കണ്ടാണ്. കാരണം അവിടുന്ന് ആദ്യത്തെ ഒരു 104ഓളം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുപോലെ ന്യൂക്ലിയർ ടെക്നോളജി, ഡിഫൻസിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, എനർജി, പിന്നെ മാർക്കറ്റ് ആക്സസ്. മാർക്കറ്റ് ആക്സസ് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിലും അതുപോലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ മാർക്കറ്റിലുമുള്ള ആക്സസ് എന്നുവെച്ചാൽ കൂടുതൽ വ്യാപാരങ്ങൾ നടത്തുവാനുള്ള സാധ്യതകൾ വിപണിയിലൂടെ തുറന്നു കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രണ്ട് രാജ്യങ്ങളും പരസ്പരം സഹകരണം ഉറപ്പുവരുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ മേഖലകൾ എന്ന് പറഞ്ഞാൽ ട്രേഡ്, ഡിഫൻസ്, എനർജി, ന്യൂക്ലിയർ എനർജി, അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ്, പിന്നെ ഇമിഗ്രേഷൻ, H-1B വിസ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ടാരിഫ്, ഇമ്പോർട്ട് ടാരിഫ്, മാർക്കറ്റ് ആക്സസ്, ഇതൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടാനുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫെബ്രുവരി 13
13-ാം തീയതി മോഡി ട്രംപിനെ മീറ്റ് ചെയ്യും. അപ്പോൾ ആ മീറ്റിങ്ങിലായിരിക്കും, ആ മീറ്റിങ്ങിൻ്റെ ശേഷമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇരു രാജ്യങ്ങളും തമ്മിൽ എന്തൊക്കെ കരാറുകളാണ് അല്ലെങ്കിൽ ഒപ്പിടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കരാറിലാണ് ഏർപ്പെടാൻ പോകുന്നതായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ആണ്, പ്രതിരോധമായി പ്രതിരോധ മേഖലയാണ്. അപ്പം അതിനകത്തിൽ ഇന്ത്യ എങ്ങനെ, അല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളിലായിരിക്കും, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിലായിരിക്കും അമേരിക്കയുമായിട്ടുള്ള കരാറുകളിൽ ഏർപ്പെടാൻ പോകുന്നത് നമുക്കതിന് ശേഷം കാണാം. ട്രംപിൻ്റെ ഏറ്റവും വലിയൊരു ബാർഗൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആയുധങ്ങൾ അല്ലെങ്കിൽ മിലിറ്ററി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം എന്നുള്ളൊരു കടും പിടുത്തം, അല്ലെങ്കിൽ ഒരു പിടിവാശിക്കാരനാണ്. അത് ഓൾറെഡി ട്രംപ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു ഇന്ത്യയുടെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ആ മേഖലകളിലൊക്കെ പിന്നെ വലിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം അല്ലെങ്കിൽ മോഡിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത് നമുക്ക് US-ൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നു. കാരണം നമുക്ക് ഏറ്റവും അടുത്തുള്ളത് മിഡിൽ ഈസ്റ്റാണ്. മറ്റു രാജ്യങ്ങളെക്കാൾ ഏറ്റവും അടുത്തുള്ള മിഡിൽ ഈസ്റ്റാണ്. കാരണം ഏറ്റവും അടുത്തുള്ള എന്ന് പറയുമ്പോൾ അത് ഷിപ്പിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ വലിയൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഒഴിവാക്കാതെ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇറാഖ്, സൗദി അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ, UAE, പിന്നെ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, നമ്മളുടെ ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. കാരണം അവരുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ഒരു രീതിയിലും വഷളാക്കാൻ സാധിക്കത്തില്ല. അത് നമുക്കറിയാം. കാരണം ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ പോയി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, പ്രത്യേകിച്ച് സൗദി, UAE, കുവൈറ്റ് ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ എപ്പോഴും ഒരു നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എപ്പോഴും എണ്ണ വളരെയധികം വാങ്ങുകയും ചെയ്യുന്നൊരു നയം ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ട്രേഡ് വാർ എന്നൊക്കെ പറഞ്ഞത് എണ്ണയുടെ വിലയെ കൂട്ടുവാനത്, കാരണം നമുക്കറിയാം ഈ ജിയോ പൊളിറ്റിക്കലി പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എണ്ണയുടെ വിലയെ ബാധിക്കുകയും, അപ്പോൾ ഇന്ത്യയെ പോലെ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഈ പറഞ്ഞ ഒരു വിഷയം രൂക്ഷമാകുകയാണെങ്കിൽ എണ്ണ വില $80 മുകളിൽ പോവുകയും അത് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്യും. കാരണം ഇത് ഒരു വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ഇപ്പം എണ്ണയുടെ വില കൂടുമ്പോൾ നമുക്ക് കൂടുതൽ, നമ്മളെ 80% നമ്മളുടെ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് എണ്ണയുടെ വില ഓരോ ഡോളർ കൂടുമ്പോഴും അത് നമ്മുടെ വിദേശ നാണ്യശേഖരത്തെ ബാധിക്കുകയും, ഒന്നത് വിദേശ നാണ്യശേഖരത്തെ അത് ബാധിക്കും. രണ്ട്, എണ്ണയുടെ വില കൂടുന്നതുകൊണ്ട് ആ കൂടിയ വിലയ്ക്കുള്ള എണ്ണ ഇന്ത്യയിലെത്തി അതിനെ പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റിലെത്തുമ്പോൾ തീർച്ചയായിട്ടും പെട്രോളിൻ്റെ ഡീസലിലേക്ക് വില കൂടുന്നു. അത് കാരണം സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ കാര്യങ്ങളുടെയും വില കൂട്ടാനുള്ള സാധ്യതയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുകയും ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന് അത് കാരണമാകുകയൊക്കെ ചെയ്യും. അപ്പം ആവശ്യമുള്ളതിൻ്റെ 80% ക്രൂഡും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. അപ്പോൾ എണ്ണ വിലയിലുണ്ടാക്കുന്ന ഉയർച്ചകൾ ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണയുടെ വിഹിതം നമ്മൾ കൂട്ടിയിട്ടുണ്ട്. 53.89% ജനുവരിയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ക്രൂഡ് ഓയിലിൻ്റെ 53.89% മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യം ഇറാഖ്, സൗദിയാണ് പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ. 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിഹിതമാണ്. കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ വളരെ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ വാറിന് ശേഷം. റഷ്യൻ എണ്ണയുടെ സാന്നിധ്യം 31.37%. 31.37%. മിഡിൽ ഈസ്റ്റിലെ 53.89%. 5-3-8 ഏകദേശം 84, 85, 86% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്.
80% മേളിലെ. അപ്പോൾ ഡിസംബറിനെ അപേക്ഷിച്ച് ജാനുവരിയിൽ ഇത് 0.37% വർധനവുണ്ട്. അപ്പോൾ ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഒന്നും കുറവ് വരുത്തിയിട്ടില്ല. 47.5 ലക്ഷം ബാരലാണ് ഇന്ത്യയുടെ പ്രതിദിന ക്രൂഡ് ഓയിൽ ഇറക്കുമതി, പ്രതിദിനം. അത് എല്ലായിടത്തും ഉള്ള. കാരണം ഇനിയും ഇന്ത്യയുടെ ഈ ക്രൂഡ് ഓയിലിൻ്റെ ആവശ്യം വളരെ കൂടി വരും. കാരണം നമ്മളുടെ സമ്പദ് വ്യവസ്ഥ വളരുന്നതിനനുസരിച്ചും പിന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടുന്നതിനനുസരിച്ചും തീർച്ചയായിട്ടും നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ട ഓയിലിൻ്റെ അളവും കൂടും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ പറഞ്ഞ ഒരു രാജ്യങ്ങളെയും പിണക്കുവാനോ അല്ലെങ്കിൽ ഒരു രാജ്യങ്ങളോടും നമുക്ക് പ്രതികൂലമായിട്ടുള്ളൊരു ബന്ധം കാത്തു സൂക്ഷിക്കാനോ ഒരു രീതിയിൽ നമുക്ക് സാധിക്കത്തില്ല. അമേരിക്കയെ അത്യാവശ്യമാണ്, റഷ്യ അത്യാവശ്യമാണ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സൗദി, ഇറാഖ്, UAE, കുവൈറ്റ് ഇതുപോലുള്ള രാജ്യങ്ങൾ, വെനിസ്വേലയൊക്കെ ഓയിലുണ്ട്. പക്ഷെ നമുക്ക് അമേരിക്കയിൽ നിന്നും ഓയിൽ ഇത്രയും ദൂരം നമുക്ക് കടത്തി ഷിപ്മെന്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ വെനിസ്വേല നല്ലൊരു ഓയിൽ പ്രൊഡ്യൂസറാണ്, നമുക്കറിയാം. അത് ഒപ്പക്കിലുള്ളൊരു രാജ്യമാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഏറ്റവും അടുത്ത മിഡിൽ ഈസ്റ്റാണ്, പിന്നെ ഇച്ചിരി അടുത്തത് റഷ്യയാണ്. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ ചിലവ് ഇല്ലാതെ അടുത്തുള്ള രാജ്യങ്ങളായതുകൊണ്ട് നമുക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റിൽ നമുക്ക് ഷിപ്മെൻറ്റ് നടത്തിക്കൊണ്ട് വരികയും അങ്ങനെ നമുക്കതിൻ്റെ ചിലവ് നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ദൂരെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാളും ചിലവ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിനെ എപ്പോഴും നമുക്ക് ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. ഒരു കാരണം അതാണ്. രണ്ട്, ഇന്ത്യയിൽ നിന്ന് എപ്പോഴും അവിടെ കൂടുതൽ ആൾക്കാർ പോയി ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത കണക്കാക്കി എപ്പോഴും നമ്മൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇതായിരിക്കും തീർച്ചയായിട്ടും മോഡിയുടെ വിസിറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അത് ഇന്ന് തീയതി 11. നാളെ യാത്ര തിരിക്കും. 13 ആയിരിക്കും കൂടിക്കാഴ്ച. അപ്പോൾ അതിനുശേഷം നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര, സാമ്പത്തിക, പ്രതിരോധ ബന്ധങ്ങൾ, കരാറുകൾ എന്നുള്ളത്. അപ്പം അതുവരെ നമുക്ക് കാത്തിരുന്ന് കാണാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.